വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കാന്ന് കരുതി. അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കാനായ സമയത്തേക്ക് എല്ലാവരുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവനവൻ്റെ സാധനങ്ങളൊക്കെ കഴുകി വെക്കാണ്. കൂട്ടത്തിൽ തന്നെ ഞാൻ വീട് കുറച്ച് വൃത്തിയാക്കാണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ മാറ്റി വൃത്തിയാക്കാനും വെടുപ്പാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ചോറിന് അരി കഴുകി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മോൻ എടുത്ത് തരുന്നതാണ്. എൻ്റെ കോലം കണ്ടാലും പേടിക്കണ്ട, വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കോലം കണ്ട് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്നെ കുട്ടികൾ സഹായിക്കുന്നുണ്ട്. അവരുടെ ജോലികൾ കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി തരാന്ന് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കുഴപ്പമില്ല, ചെയ്യട്ടെ, അവരിതൊക്കെ പഠിക്കേണ്ടതാണല്ലോ. എൻ്റെ കുട്ടികൾ എന്താ പറയാ, കഴിയുന്നവരെല്ലാം എനിക്ക് ചെയ്തു തരാറുണ്ട്. രണ്ടാളും കൂടി അടിയാണ്. അവസാനം രണ്ടാളും കൂടി തല്ലു കൂടുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിച്ച് ഞാൻ തന്നെ ചെയ്യാൻ നിൽക്കട്ടെ. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ വെള്ളാപ്പത്തിന്റെ മാവാണ്. വെള്ളപ്പത്തിന്റെ മാവൊക്കെ നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. മോളിന്ന് കണ്ടില്ല ഇങ്ങനെ അതായി വന്നിട്ടുണ്ട്. ഞാനിത് ചോറും അരിയും പഞ്ചസാരയും ഈസ്റ്റിലെ നമ്മുടെ അപ്പക്കാരം ഒക്കെ കൂടി ഒരുമിച്ചിട്ട് നമ്മൾ അരക്കില്ലേ, തേങ്ങയൊക്കെ ചേർത്തിട്ട് അങ്ങനെ അരച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അപ്പം ചൂടണം ഇനി. അപ്പം അപ്പം ചൂടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ് എല്ലാവരും. അപ്പം തന്നെ ഞാൻ വേഗം കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറിയും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് കട്ടൻ ചായയും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അപ്പം ചൂടുമ്പം അതിനനുസരിച്ച് ഓരോന്നെടുത്ത് കഴിക്കാമല്ലോ. കറി എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. ഞാനിവിടെ പെട്ടെന്ന് തട്ടിക്കൂട്ട് കറിയാണ്. ആകെ സവാള തക്കാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് കറി ഉണ്ടാക്കി. മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് വഴണ്ട് വന്നപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് കേട്ടോ വയ്ക്കുന്നത്. കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിങ്ങനെ കുറുകയാണ്. കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പിലൊക്കെ അതിന് മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. നല്ല അടിപൊളി കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അതുണ്ടാക്കി പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്നലത്തെ മാമ്പഴ പുളിശ്ശേരിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു ഞാൻ. മാമ്പഴ പുളിശ്ശേരി അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല ആൾക്കാർക്ക്, എന്നാലും കഴിക്കുന്നില്ല എന്നല്ല, കഴിക്കും. പിന്നെ മാങ്ങ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കഷ്ണം ഇങ്ങനെ മുറിച്ചും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാമ്പഴക്കറിയിൽ. അപ്പം ഇത് രാത്രി വരെ ഇരുന്നു, അത് വേറെ കാര്യം. വലിയ താല്പര്യമില്ല. ഇന്നലെ വെച്ച കറിയാണ്. അടുത്ത ദിവസം രാത്രി വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആൾക്കാർ കൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അപ്പം അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് അവിടെ നിന്ന് ആവുന്നുണ്ടല്ലോ. രാവിലെ തന്നെ ചോറിൻ്റെ പണിയൊക്കെ നോക്കൂട്ടാ. പിന്നെ ആ വെള്ളപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വെള്ളപ്പം കിട്ടി, രണ്ടാമത്തെ ചൂട് കൂടിയിട്ടാണെന്നറിയില്ല, കിട്ടാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും ഞാൻ പതുക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പവും തക്കാളിക്കറിയൊക്കെ ആയിരുന്നു. പിന്നെ ഇച്ചിരി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനും മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂടി ചേർത്ത് നമുക്ക് ഉച്ചക്ക് കഴിക്കാമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ മെനു. പിന്നെ വീട്ടിൽ ജോലികൾ ചെയ്യുമ്പോൾ കുട്ടികളെയും കൂടെ ചേർത്തിട്ട് എല്ലാവരും ചെയ്യാട്ടാ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഒന്നും അറിയാത്ത അവർ ഫോണിൻ്റെ മുമ്പിലും ടിവിയുടെ മുമ്പിലും മാത്രം ആയിപ്പോരുതല്ലോ. അപ്പം നമ്മൾ കൂടെ ഇടയ്ക്കിടയ്ക്ക് ജോലികളിലൊക്കെ അവരെ ചേർത്താൽ ഒരു തെറ്റില്ല, തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ വന്നായിരുന്നു കേട്ടോ. വൈകുന്നേരം പെട്ടെന്ന് മിന്നൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഫോൺ എടുത്തു. പിന്നെ ഞാൻ കുറേ നേരത്തിന് ഫോൺ എടുത്തില്ല. പിന്നെ ഇന്ന് രാത്രി അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. മാമ്പഴ കറിയുടെ ഒരു ഇത്തിരി ബാക്കിയുണ്ടായിരുന്നു. പിന്നെ 2 ഉണക്കമീൻ വറുത്തുണ്ടായി. പിന്നെ ഇച്ചിരി സവാള വഴറ്റി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.